ഹലോ എഗെയിൻ. അപ്പോൾ ഇന്നും ഞാൻ എന്താ പറയുക, വീട്ടിലിരിക്കുമ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനൊന്ന് പുറത്ത് പോവും, നടക്കാനായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് സെൻറ്ററിൽ ഒന്ന് കയറും, ഒന്ന് റൗണ്ട് അടിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ നേരത്തെ കുറച്ച് പൂക്കൾ കാണിച്ചല്ലോ, അതിൽ വെറൈറ്റി കുറേ റോസാ പൂക്കൾ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. പിന്നെ അത് തന്നെയല്ല, ഇവിടെ ഇനി സ്പ്രിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളി നല്ല മരങ്ങൾ, അത് നിറച്ചും വെറൈറ്റി പൂക്കളും ഇലകളും ആണെന്നാണ് പറയുന്നത്. അതൊക്കെ എനിക്ക് എടുക്കണം. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി. ഇപ്പം എല്ലാം വാടി കൊഴിഞ്ഞ് നിൽക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും കിട്ടത്തില്ല. അപ്പം അതൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇപ്പം. അപ്പം അതുകൊണ്ട് ഇനി അതെല്ലാം, ഇതിപ്പോൾ വിൻ്ററും ഇതെല്ലാം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയാണെന്ന് പറയുന്നത്. ഓരോ മരങ്ങൾ, ഇവിടെ പല വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എന്തായാലും എടുത്ത് ഞാൻ കാണിക്കാം. ഇപ്പം വന്ന് എനിക്കധികം ഒന്നും പരിചയമായിട്ടില്ല. ഞാൻ ഓരോ ഷോപ്സ്, പല കടകളിലും കയറിയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ന്യൂയോർക്കർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇവിടെ ഞാൻ 4-5 പ്രാവശ്യം ഇവിടെ ഞാൻ കയറത്തുള്ളൂ. ഇവിടെ കയറിയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നല്ല ഓഫറിനൊക്കെ ഇടും ഇവരിങ്ങനെ. കുറേ ആയി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇങ്ങനെ പൊടിഞ്ഞു പോകാനൊന്നും വെക്കത്തില്ല. അപ്പോൾ ഓഫറിന് ഇട്ടിട്ട് അത് കൊടുക്കുവാണ് പതിവ്. അപ്പം ഞാൻ ഇന്നും ഇവിടെ വന്നു കേട്ടോ, ന്യൂയോർക്കിൽ വന്നു. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം വിൻ്റർ ടൈം ആയിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ 1-2 സാധനങ്ങളൊക്കെ ഞാൻ എടുക്കും, അധികം പ്രൈസ് കുറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ബോയ്സിനും ഉണ്ട് ഗേൾസിനും ഉണ്ട് കേട്ടോ, പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. അപ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും യൂറോപ്പിലേക്ക്, അപ്പം ഇവിടെ എല്ലായിടത്തും യൂറോപ്പിലുണ്ട് ഈ ന്യൂയോർക്കർ എന്ന് പറഞ്ഞ ഷോപ്പ്. അവർ ഓഫറിന് ഇടും. നല്ല ഡ്രസ്സുകളാണ്, നല്ല തുണിയാണ്, തുണിക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി തുണികളൊക്കെ തന്നെയാണ്. കളറും ഇതൊന്നും ഇളകുന്ന ടൈപ്പൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ, ഇത് എൻ്റെ വീഡിയോ കാണുന്നവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഇനി കാണാൻ പോകുന്നവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ എല്ലാവരോടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.